മൂന്നാർ തെന്മലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി പാൽരാജാണ് മരിച്ചത്. ഇപ്പോൾ വിശദാംശങ്ങൾ ബിനീഷ് ആന്റണി നൽകുന്നുണ്ട്. ബിനീഷ്, എപ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്? എന്താണ് സംഭവം? വിവരങ്ങൾ. 9 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ തമിഴ്നാട് സ്വദേശിയാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വളരെ ഒരു ദാരുണമായ ഒരു സംഭവമാണ് നമ്മൾ കേൾക്കാനിടയായത്. ഏതായാലും കോയമ്പത്തൂരിലുള്ള ഒരു സ്വദേശി പാൽരാജ്, ഒരു 75 വയസ്സുകാരൻ മധ്യവയസ്കനാണ് കൊല്ലപ്പെട്ടത്. ഈ കണ്ണന്തവൻ കമ്പനിയുടെ ഉടമസ്ഥലുള്ള തെന്മല എസ്റ്റേറ്റിൽ വിവാഹ ചടങ്ങിനായി തമിഴ്നാട്ടിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പമാണ് ഈ പാൽരാജ് എത്തിയത്. വിവാഹത്തിന്റെ തലേദിവസമായ ഇന്ന് രാത്രി 9 മണിയോടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് സമീപത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുകയാണ് ഈ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. 3 പേരടങ്ങുന്ന ഒരു സംഘം ഭക്ഷണം കഴിച്ച് സമീപത്തെ വീട്ടിൽ ഉറങ്ങാൻ പോവുകയാണ് കാട്ടാന എതിരെ വന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ പാൽരാജ് താഴെ വീഴുകയും എതിരെത്തിയ കാട്ടാന പാൽരാജിനെ ചവിട്ടിക്കൊല്ലുകയുമായിരുന്നു. നാട്ടുകാർ ബഹളം വെച്ചതോടെ കാട്ടാന സമീപത്തെ കാട്ടിലേക്ക് ഓടിപ്പോയി. വനപാലകരുടെ സംഘം തെന്മലയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒറ്റയാൻ ഈ മേഖലയിൽ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ഈ പ്രദേശത്ത് മൊബൈലിന്റെ ഒരു സാന്നിധ്യം ഇല്ലാത്തതിനാൽ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും വളരെ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാൻ സാധിച്ചത് കോയമ്പത്തൂർ സ്വദേശി പാൽരാജാണ് മരണപ്പെട്ടതെന്ന് നമുക്കറിയാൻ സാധിച്ചത്. ശരി, വ്യക്തമാണ് ബിനീഷ്. തെന്മലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി പാൽരാജാണ് മരിച്ചത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പാൽരാജിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.